ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ. ഇന്ന് ജനുവരി 12-ാം തീയതി പുതിയതായി 4 സിനിമകളാണ് കേരളത്തിൽ റിലീസിനെത്തുന്നത്. 2 മലയാള ചിത്രങ്ങളും 2 തമിഴ് ചിത്രങ്ങളും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം റിലീസ് ക്വീനാണ്. ഒരു പറ്റം നവാഗതരുടെ സിനിമയാണ് ക്വീൻ. ഡിജോ ജോസ് ആൻ്റണിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ക്വീൻ്റെ ട്രെയിലറും പാട്ടുകളുമെല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു. ക്വീൻ്റെ ട്രെയിലറിന് തന്നെ 3 മില്യൺ വ്യൂസിന് മേലെ കിട്ടി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പെൺകുട്ടി വരുന്നതാണ് കഥാപശ്ചാത്തലം. ഇതിൽ നിരവധി പുരുഷ കഥാപാത്രങ്ങളുണ്ടെങ്കിലും ഇത് അവളുടെ കഥയാണ്. 2ാമത്തെ മലയാള ചിത്രം നമ്മുടെ ജയറാമേട്ടൻ്റെയാണ്. ദൈവമേ കൈതൊഴാം കേക്കുമാറാകണം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. സംവിധാനം നമ്മുടെ സലീം കുമാറേട്ടനാണ്. ചിത്രത്തിൻ്റെ ട്രെയിലറിന് നല്ല ജനശ്രദ്ധ കിട്ടിയിരുന്നു. 1 മില്യൺ വ്യൂസാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിന് കിട്ടിയത്. ഈ ചിത്രം ഒത്തിരി തമാശകൾ കലർന്ന ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ ആകും എന്നതിൽ തർക്കമില്ല. ഈ ചിത്രം ജയറാമേട്ടൻ്റെ കംബാക്ക് ആകട്ടെ. സലീമേട്ടനും ഇതിൽ ഒരു നല്ല വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത 2 ചിത്രങ്ങളും തമിഴാണ്. ഇതിൽ ആദ്യത്തേത് സൂര്യ നായകനാകുന്ന താനാ ചേർന്ന കൂട്ടം എന്ന ചിത്രമാണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. വിഘ്നേഷ് ശിവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മലയാളത്തിൻ്റെ സ്വന്തം കീർത്തി സുരേഷാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. അനിരുദ്ധ് രവിചന്ദ്രനാണ് ചിത്രത്തിൻ്റെ മ്യൂസിക്. ചിത്രത്തിലെ സൊടക്ക് എന്ന ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു. ഇന്ന് ജനുവരി 12-ന് എത്തുന്ന 2ാമത്തെ തമിഴ് ചിത്രമാണ് സ്കെച്ച്. വിക്രമാണ് ചിത്രത്തിൽ നായകനാകുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. വിജയ് ചന്ദ്രനാണ് സംവിധാനം ചെയ്യുന്നത്. തമന്ന ഭാട്ടിയയാണ് നായിക. സ്കെച്ചിൻ്റെ ടീസർ സൂപ്പർ ഹിറ്റായിരുന്നു. 9 മില്യൺ ആൾക്കാരാണ് സ്കെച്ചിൻ്റെ ടീസർ കണ്ടത്. ഈ 4 ചിത്രങ്ങളുടെയും ഓഡിയൻസ് റെസ്പോൺസും റിവ്യൂവും ഏറ്റവും വേഗത്തിലറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നന്ദി.